ഗായ്സ് ഇന്ന് ഹർത്താലുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെലങ്ങാടൊക്കെ നോക്കിയിട്ട് എവിടുന്നെങ്കിലും ഒരു ചായ ഇട്ടോ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയത്. കിട്ടും എനിക്ക് കൊറേ ചായ കിട്ടും. വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും പോയി നോക്കാം നമ്മള്. എന്നാലും എവിടുന്നെങ്കിലും കിട്ടേണ്ടതാ. കിട്ടിയാലോ നോക്കി മുടിക്കൽ പാലം ഫുള്ള് ക്ലോസ് ആണ്. മുടിക്കൽ വെച്ചാൽ നല്ല തിരക്കുണ്ട്. ആൾക്കാരെല്ലാം വന്നിട്ട് നേരെ തിരിച്ചു വന്ന ഇഷ്ടം പോലെ ആൾക്കാർ. അതേപോലെ നമ്മളെ റാഫിനെ കണ്ടപ്പോ എന്താ പറഞ്ഞ ഇവിടെ മറ്റേ കൊറണപ്പാറ റാഫി നമ്മുടെ കൊരണപ്പാറ പോയപ്പോഴും അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇന്നേതായാലും എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ അവധിയായതുകൊണ്ട് എല്ലാവരും ഓരോരു എങ്ങനത്തെ ഏതെങ്കിലും ടൂറിസ്റ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. മരിച്ചില്ലേനോ ഇവിടെ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത്? വീട് തോമസ് ഏട്ടന്റെ വീട് അടുത്ത വളവിലല്ലേ? ഇവിടെ വെലങ്ങാട് ഉരുള് പൊട്ടിയപ്പോ തോമസ് ഏട്ടൻ രാവിലെ അറിയിച്ച ഒരാളാണ്. വെലങ്ങാട് ഉരുള് പൊട്ടല് മരണപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട് ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ്. നമ്മള് ആ സമയത്ത് ഉരുള് പൊട്ടിയ സമയത്ത് എല്ലാരും താമസിച്ച് നമ്മള് കാണാൻ വന്നപ്പോ എല്ലാരും താമസിച്ച വീടാണ് ഈ വീട്. അല്ലേ? ഇവിടെയാണ് ഈ ഒരു ഉരുള് പൊട്ടിയ സമയത്ത് ഒരുപാട് ഇവിടെയുള്ള മേലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉരുള് പൊട്ടിയ ഇത് സംഗതികളൊന്നും ഉണ്ടായില്ല. വേറൊരു സ്പോട്ടാണ് ഇവിടെയും കൂടി ഉരുള് പൊട്ടിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മള് ഫസ്റ്റ് വന്ന സമയത്ത് ഇവിടെ വരെയും കടത്തിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി വിടുന്നില്ലായിരുന്നു. എന്നുവെച്ചാ ഒരു കുർബാന കൂടിയാലോ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് അൽഫോൺസ ചർച്ച് വെലങ്ങാടുള്ള അവിടെ കണ്ടു. ഈ താമരശ്ശേരി ഡിസ്ട്രിക്ട് കൊടുത്തു അവിടെ. താമരശ്ശേരി ഡിസ്ട്രിക്റ്റിലാണോ ഇത്? വെലങ്ങാട് വയനാടുമായിട്ട് ബന്ധിക്കുന്ന സ്ഥലമല്ല ഈ ഒരു ഏരിയ, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതിലിപ്പോ വയനാട്ടിൽ പോയിക്കൂടാലോ, കേസല്ലേ അതിലെ പോയാല്? പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പോയി കഴിഞ്ഞാൽ ഇപ്പൊ കേസ് എടുക്കുന്നില്ല. നല്ല എഴുതി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അവിടെ ഒരു ചെങ്ങായില്ലായിരുന്നു, ഒരു ഒരു ആർമിന്റെ ആണ്. വെലങ്ങാട് എന്ന് പൊതുവെ നമ്മൾ പറയുമ്പോൾ പൊതുവെ നമ്മുടെ നാട്ട് ഉദാഹരണത്തിന് നമ്മുടെ നാദാപുരം, വാണിമേൽ, നമ്മുടെ ഇങ്ങേ ഏരിയയിലുള്ള ആൾക്കാർക്ക് പൊതുവെ വെലങ്ങാട് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു താഴ്ന്ന വെച്ചാൽ നമ്മൾ പൊതുവെ നമുക്ക് ഇവിടെയുള്ള ഒരുപാട് ചെറിയ ചെറിയ പിന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ പൊതുവേ ഒരു വാല്യൂ കൊടുക്കാത്ത പോലെ. അതേസമയം നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു വടകരയിൽ നിന്ന് കോഴിക്കോടുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ടൗൺ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വെലങ്ങാട് നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ അപ്പോൾ അവർക്ക് കറക്റ്റ് വെലങ്ങാടിൻ്റെ ഒരു അവിടെ ഒരു ഒരുപാടുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർക്ക് അറിയും. എന്നുവെച്ചാൽ ഇവിടെയുള്ള പുറത്തുള്ള കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഒരു അഭിപ്രായം കറക്റ്റ് പറഞ്ഞിട്ട് ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലമായിട്ട് എന്തുകൊണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കില്ല എന്നപ്പോൾ അവർ ചോദിച്ചിട്ടായിരുന്നു. അതിൽ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ ശരിക്കും ഒരു വയനാട്ടിലേക്ക് കയറിയിരുന്ന ഫീലാ. വേറൊരു തണുപ്പടിക്കും ഇവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് നല്ല തണുപ്പാ. ഫോറസ്റ്റ് ഏരിയ വേറൊരു ഏരിയയിലൊക്കെ. അതെ, ഇപ്പൊ മുന്നിലേക്കുള്ള കാഴ്ച കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താവും മനസ്സിലാവും. പക്ക അടിപൊളിയായിട്ട് നമ്മളൊരു ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഇവിടെ. ചായപ്പീടിയ ഇവിടെ ഉള്ളത് തുറന്നില്ല ഗൈസ്. ലാസ്റ്റ് എന്തെങ്കിലും കൂടി നോക്കാം. അവിടെ കൂടി ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മള് ചായപ്പീടി എന്റെ അടുത്ത് എത്തിണ്ട്. പക്ഷെ അവസാനത്തെ ഹോപ്പായിരുന്നു, അതും പോയി. എന്ത് ചെയ്യൂ? എന്തായാലും ചായ കുടിക്കാൻ ഭാഗ്യമില്ല, നമ്മൾ പുരക്കുന്ന കുടിക്കേണ്ടി വരും. ലാസ്റ്റ് മൂഞ്ചി ഗൈസ്. എടാ കോടുണ്ട്, കോട അറിയിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു വയനാടിന്റെ ടച്ച് തന്നെ സംഭവം. ഇത് റോഡ് അവസാന, ഇതിലപ്പുറമില്ല. ഇവിടുന്നാണ് വയനാട്ടിലേക്ക് പോവാ. അതെ, വയനാട്ടിലേക്ക് പോവാ. ഇത് അവിടെ അല്ലേ മറ്റേ ഇത് നമ്മളെ മറ്റേ സംഭവം കാണിക്കുന്നത് സാറേ. നമ്മളെ ഇതാണ് മറ്റേ നമ്മള് നേരത്തെ പറഞ്ഞ കേരള വനം വകുപ്പ് ബോർഡിന്റെ ബോർഡ്. ഇതില് ഇങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാല് വയനാട്ടിൽ എത്താൻ പറ്റും. പക്ഷെങ്കില് ഇതിലെ പോവരുത്. ഇതിൽ പോയി കഴിഞ്ഞാൽ കേസാണ് ഫുള്ള്. വലിയ പ്രശ്നം. എത്ര 5 വർഷം വരെ തടവ്, എത്ര രൂപ പിഴയുണ്ട്. നമ്മള് പോയാലോ? പൈസ ഉണ്ടാ? 5 വർഷം തടവിന് പോവാ. മോനെ ജയിലിൽ ഇപ്പം ഞായറാഴ്ച ആട്ടർച്ചൊക്കെ കൊടുക്കും. പക്ഷെ ഇവിടെ എന്തോ ബോർഡ് ഉണ്ട്. ഈ ബോർഡിനെ പറ്റി 2 വാക്ക് നമ്മളോട് PTK സാർ സംസാരിക്കും. ഇതാണ് ഒരു ഇത്. അതെ, ഇതിന്റെ താഴെ കാണുന്നതാണ് ഇതിന്റെ മാപ്പ്. ഇതെന്താ ഇതിന്റെ ഒരു ഇത് ശരിക്കും മൊത്തത്തില് ഇതിന്റെ ഇത് പറഞ്ഞാല് വെലങ്ങാട് വരുന്ന എല്ലാ ആൾക്കാരും ഇത് മൊത്തം വായിക്കണം. കാരണം ഇതിൽ ഒരുപാട് അറിവുകളൊക്കെ ഉണ്ട്. അതെ, ഈ റോഡിന്റെ വിസ്തീർണാണിത്. വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
വീതി 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 ഒന്നല്ല പൊട്ട, കിലോമീറ്റർ ആണ്. കിലോമീറ്റർ. 472 ഹെക്ടർ. അടങ്കൽ തുക പറഞ്ഞാല് മൊത്തം പൈസ 67 ലക്ഷം ഉറുപ്യ. പദ്ധതി ആരംഭിച്ച തീയതി 2019 റോഡ് ഇപ്പൊ നല്ല രീതിയിൽ. അതെ, അത് ആളുകൾ ഇങ്ങോട്ട് എത്താത്തതിന്റെ ഇതാണ്. റോഡ് കണ്ടോ? വാണിമേൽ പോയ കേക്ക് മണ്ണ് പര്യവേഷണ വകുപ്പ്. ഇതിൽ കണ്ടോ? കേരള സർക്കാർ മണ്ണിടിച്ചൽ പ്രതിരോധ പദ്ധതി. അതുകൊണ്ട് അതിനനുസരിച്ചില്ല എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും നല്ല കാര്യമായിരിക്കുമല്ലോ, അല്ലാണ്ട് അങ്ങനെ കൊടുക്കൂലോ. നല്ല നല്ല മഴ വരാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. മണ്ണട്ട കാര്യം നിങ്ങൾ ചിലപ്പോ കേൾക്കും. അതെ, ഒരു വിന്റേജ് പോരാ. വീട് കണ്ടോ നിങ്ങൾ? നല്ല അബ്ബാര ഫ്രെയിം നോക്കടാ. എന്റെ മോനെ, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിം ഉണ്ട്. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളൂ ഇപ്പൊ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അതെ, കണ്ടോ? ഇതിലപ്പുറത്തേക്ക് വണ്ടി പോകൂല. വെലങ്ങാടിന്റെ റോഡിന്റെ എൻഡിങ് ഇതാ വീട്ടിലേക്കുള്ള വഴിയല്ലേ? അതാ വീട്ടിലേക്ക് വയ്യ. റോഡ് എന്താണിത്? ഇവിടുന്ന് അങ്ങോട്ട് വെലങ്ങാടിന് വേറെ റൂട്ടില്ല. വെലങ്ങാടിലെ മെയിൻ റോഡ്. ഇപ്പൊ ഇൻസ്റ്റയില് ക്ലിക്കായ എന്താ ലോകത്തിന്റെ എൻഡ് എന്നുള്ള വീഡിയോ ഉണ്ട്. ഇനി ഒരു സ്ഥലം അങ്ങനെ ഒരു സാധനം ട്രെൻഡായി. അതേപോലെ വെലങ്ങാടിന്റെ എൻഡ് തന്നെ ഇതാണ് നമ്മൾ ട്രെൻഡാക്കാം. എല്ലാരും വരിക ഇങ്ങോട്ടേക്ക്. പക്ഷെ ചായ പീടിയൊന്നുമില്ല, ഒരു ഫ്ലാസ്കും ചായ ഒക്കെ ആയിട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആൾക്കാർ വരുന്നെങ്കിൽ നമുക്ക് ചായ കച്ചവടം ഇവിടെ തുടങ്ങാം. അതെ, നിങ്ങൾ കമന്റിൽ അറിയിക്കാം നമ്മളിവിടെ ഒരു ചായ പീടിയ തുടങ്ങിയാലോ. ചായപ്പൊടി തുടങ്ങി എത്ര ആൾക്കാർ കുടിക്കാൻ വരും നോക്കിയാല് ചായപ്പൊടി തുടങ്ങാം. സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുന്നത് അതുപോലെ നമുക്ക്. അതെ, വെലങ്ങാടിന്റെ ഇവിടെ ഒരു ചായപ്പീടിയ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ ചായ ഉണ്ടോ? ചായ ഉണ്ട് ഇവിടെ. എപ്പോഴും അതിന്റെ എന്തുണ്ട്, ഇപ്പോഴും അതിന്റെ സാധനങ്ങൾ ഇപ്പോഴും കാണാം. അതൊക്കെ പാലത്തിന്റെ ഇതല്ലേ? മറ്റേ സാധനം ഇവിടെ ആദ്യം ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം പൊട്ടിപ്പോയി. അതിനുശേഷം ഇത് പിന്നെ റീക്രിയേറ്റ് ചെയ്തല്ലേ ശരിക്കും? നമ്മളന്ന് ഇവിടെ ഒരു ചെറിയൊരു കമ്പി പാലം പോലത്തെ സാധനം എന്റെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളന്ന് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതെന്താണ് സാധനം? ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ്. ഇതെന്താണ്? എന്താണ് അവിടെ വെച്ചതിന്റെ പെർപ്പസ് എന്താണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു. അവിടെ മുമ്പ് വീടുണ്ടായിരുന്നു. ഇനി ഇല്ല, വീട് അവിടെ വരാനുള്ള ഇങ്ങനെ മാത്രം ടാങ്കിന്റെ പവർ മാത്രം ഇങ്ങനെ ഒക്കൂലോ. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഈ സാധനം എന്താണെന്നുള്ള കമന്റ് ചെയ്യാം. ഓക്കെ, അവിടെ നിന്നാണ് പൊട്ടിപ്പോകുന്നത്, ഉരുള് പൊട്ടിയത്. കറക്റ്റ് കാണാൻ നോക്കിയാൽ ഇവിടാണ് ഫസ്റ്റ്. ആ ഒരു ഭാഗം ചെറിയ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ചെറിയൊരു പീസ് പോകുന്നതിനാണ് ഇത്രയും വലിയ അടി നമുക്ക് കിട്ടിയത്. ചായ കിട്ടിയില്ല. മൊത്തത്തിൽ ഇന്നത്തെ ബ്ലോഗ് നെഞ്ചലാണ് ഗൈസ്. സങ്കടത്തോടെ പറയണ്ടാവാ. എന്തുവരാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ വിലങ്ങാടി ടൗണിലല്ല കുടുങ്ങി തന്നെ, വേറൊന്നും പറയാനില്ല. ചായ കിട്ടിയില്ല, മഴയത്ത് കുടുങ്ങി. നല്ലൊരു അച്ചപ്പം കിട്ടി. ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് വാങ്ങിക്കും, അപ്പൊ വാങ്ങാണ്ട് പോകുന്നു പൊട്ട. ശിവൻ വാങ്ങിയില്ല. അതെ, വെലങ്ങാട് അച്ചപ്പം. ശരി, ബൈ.